നമുക്ക് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, യെസ് വി ആർ ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇറ്റ്സ് മൈ ഫസ്റ്റ് വ്ളോഗ്, എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. അതും ട്രാവലിംഗ് വ്ളോഗാണ്. പൊതുവെ ഞാൻ ഷോർട്ട് വീഡിയോസ് അങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറ്, ബട്ട് ഇത് ഇറ്റ്സ് സ്പെഷ്യൽ ഗൈസ്, സ്പെഷ്യൽ. കാരണം ഞാൻ ജനിച്ചത് 2001 ജൂലൈ 23 അന്ന് മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് വരെ, ഇതിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ വീട്ടിൽ ആരെങ്കിലും എൻ്റെ കൂടെ ഒരു കമ്പനി ഉണ്ടാവും. ആൻഡ് ആദ്യമായിട്ട് ഞാൻ ആരുടെയും സഹായമില്ലാതെ, അല്ലെങ്കിൽ ആരുടെയും ഒരു അക്കമ്പനി ഇല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുവരാതെ ഞാനൊരു ട്രാവൽ പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് മൈ ഫസ്റ്റ് വ്ളോഗ്. അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. ആൻഡ് ഐ മാർക്ക് ദ ഡേറ്റ്. ഇന്ന് ഫെബ്രുവരി 19 ഞാൻ 23 വർഷത്തിന് ശേഷം ആൻഡ് ഐ എം ആദ്യമായിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലൊരു ട്രാവലിന് ഞാൻ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. അപ്പം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നമുക്ക് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി, അതായത് മുഖ്യമന്ത്രി യുവാക്കളുമായിട്ട് സംവദിക്കുന്ന, വിവിധ മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന യുവാക്കളുമായിട്ട് സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയിലേക്ക് വി ഗോട്ട് സെലക്ഷൻ. ആൻഡ് അതിന് വേണ്ടി പോവുകയാണ്. ആൻഡ് സെൻട്രൽ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഇപ്പം ഞാനുള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ആൻഡ് സമയം 19 രാവിലെ 4:40. ഓക്കെ, അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത് ഞാൻ ആഗ്രഹിച്ച ഒരു ട്രാവലാണ്. കാരണം എപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ്. എനിക്ക് തോന്നുന്നു കംഫർട്ട് സോൺ എനിക്ക് മടുത്തു. കാരണം എപ്പോഴൊക്കെയാണോ ഞാൻ എൻ്റെ കംഫർട്ട് വിട്ടിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളത്, അപ്പം മാത്രമേ എനിക്ക് എന്തെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൂ. അതിപ്പം ഞാൻ തുടങ്ങിയ ട്യൂഷൻ സെൻറ്റർ ആയാലും, എഡ്യൂക്കേഷണൽ പിന്നെ എൻ്റർപ്രണർഷിപ്പ് ആയാലും, ഇതൊക്കെ ഞാനെടുത്ത ഒരു ചലഞ്ചസാണ്. വഴി അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം നമുക്കറിയാം, ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡിനെ സംബന്ധിച്ച്, അതേപോലെ എന്നെ പോലെ ഒരു വാക്കർ ഉള്ള ഒരാൾക്ക് പോസിബിളാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നുള്ളത്. ആൻഡ് പീപ്പിൾ തിങ്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. എപ്പോഴും ആൾക്കാർ കൂടെ വേണം എന്നുള്ളൊരു സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഭിന്നശേഷിക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ പറയാറ്, പുൽദം, എപ്പോഴും അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമുക്ക് ഭിന്നശേഷിയിൽ തന്നെ സെവറൽ കാറ്റഗറീസ് ഉണ്ട്. നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ. എനിക്കൊരു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി എപ്പോഴും ഒരു കമ്പനി വേണം, അല്ലെങ്കിൽ എപ്പോഴും ഒരു കൂട്ട് വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം എന്നുള്ള ഒരു സ്റ്റിഗ്മ എനിക്ക് മാറ്റണം എന്നുണ്ടായിരുന്നു. അത് മറ്റുള്ളവരെ തെളിയിക്കാനല്ല, ബട്ട് ടു പ്രൂവ് മൈ സെൽഫ്. എനിക്ക് എന്നെ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാനാണ്. ബട്ട് എന്നെ കൊണ്ട് പറ്റും. അതൊരു ചലഞ്ചിങ് ആണ്. പിന്നെ ഈ ഒരു ട്രാവലിൽ കുറച്ച് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഡെസ്റ്റിനേഷൻ എൻ്റെ പ്ലാനിലുണ്ട്. നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് പ്ലാൻ എന്ന് അറിയില്ല. ആൻഡ് യാത്രേനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. ആൻഡ് ഞാൻ സഞ്ചരിക്കുമ്പോൾ വഴിയെ നമുക്ക് വീഡിയോ ഇടാം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ലോൺലി ട്രാവൽ പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്തത്, ആൻഡ് വാട്ട് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ. ഐ വിൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാനുള്ള സമയമാണ്. ട്രെയിൻ വരുന്നു. 5:45 സമയം. ട്രെയിൻ കമ്മിങ്. നമ്മുടെ പരശുരാം എക്സ്പ്രസ് ഇതാ മന്ദം പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് ഗൈസ്. നമുക്ക് ഡിസബിലിറ്റി കോച്ചിലാണ്.
ഇരിക്കേണ്ടത്. യെസ്, കമ്മിങ് കമ്മിങ് കമ്മിങ്. യെസ്, കമ്മിങ് 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 കമ്മിങ്. യെസ്, നമ്മളെ ട്രെയിൻ വന്നിരിക്കുന്നു. എനിക്ക് കയറണം. യെസ് ഗൈസ്, അപ്പം നമ്മളെ ബോഗിയിൽ കയറിയിട്ട് സോറി ഗൈസ്, എൻ്റെ ചുമയാകുമ്പോൾ ശരിയാവില്ല. ബോഗിയിൽ കയറി ഗ്രേറ്റ് ഫീലിംഗ്. കാരണം ഇതുവരെ ഒറ്റയ്ക്ക് ബോഗിയിൽ കയറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മളെ കോച്ച് വരെ നടന്നിട്ടുണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ ഒന്നിച്ച് ആളെ കൂട്ടുമ്പോൾ അവർ പറയും നമ്മളോട് പിന്നെ വീൽ ചെയറിൽ പോവാം. അപ്പം ഒക്കെ പല പ്രാവശ്യം അവരോട് യോജിക്കേണ്ടി വരുന്നത്. കാരണം എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും, എൻ്റെ ഒരു ആഗ്രഹം നമ്മളെ ഒക്കെ വരുന്നതല്ല. അപ്പോൾ അവർ പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും നിർബന്ധിതരാവാറുണ്ട്. അപ്പോൾ അതാണ് കഥ. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അത്രത്തോളം ഹാപ്പി മൊമെൻറ്റിലാണ് ഞാൻ. കാരണം ഒറ്റയ്ക്ക് ഒരു യാത്ര ഒറ്റയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പുതിയൊരു കാര്യമാണ്. പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു +2 പഠിക്കുന്നവരെ വീട് ഭയങ്കര ചുമ, ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കടയിൽ പോകാനുണ്ടെങ്കിൽ വണ്ടി വരും, കൊണ്ടുപോകും, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തും. അങ്ങനെയാണ്. അപ്പം നമ്മളെ മുച്ചക്ര വാഹനം പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ആവാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം അത് ഭയങ്കരമായിട്ട് തന്നെ എൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പായിട്ടുണ്ട് ഈ മുച്ചക്ര വാഹനം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഒരു മികച്ച ഒരിതാണ്. അപ്പം അതൊരു സംഭവം തന്നെ. അപ്പം അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് പറയട്ടെ എന്ന് അറിയുന്നില്ല, അതാണ് സംഭവം നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഡിസബിലിറ്റി കോച്ചിന് ഇപ്പോൾ നമ്മൾ ഒറ്റക്കാന്നുള്ളത് വൈബായിട്ട് നമുക്ക് കടന്നിട്ടുള്ള ഉറങ്ങേണ്ട സൗകര്യമുണ്ട്. ഒരു ഓർക്കൊല്ലം പാസ്സാക്കണം, അങ്ങനത്തെ കഥയില്ലത്. എന്തായാലും കയറുന്നതൊന്നും വീഡിയോ എടുക്കാനില്ല. കയറുന്ന വീഡിയോ എടുക്കട്ടി അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ഇല്ല. അതായത് നമ്മളെ സ്റ്റിക്കിൽ നമ്മളെ വാക്കറില്ല, അതിൽ ഇത് വെച്ചിട്ട് നടക്കുമ്പോൾ ഷൂട്ട് നേരെ കിട്ടുന്നില്ല. അപ്പം അതിനെന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. അപ്പം നമുക്കതൊന്നും നടപ്പാക്കി നോക്കാം. ഓക്കെ, അപ്പം അതൊരു രസമായ പരിപാടി ആയിരിക്കും. എന്നൊരു വ്ളോഗെല്ലാം തുടങ്ങണം. മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കണ്ടേ. അതിനുള്ള പരിപാടിയാണ് ഞാൻ സെറ്റപ്പ് ആക്കുന്നത്. നമുക്ക് റെഡിയാക്കാം, പവറാക്കണം. ഇപ്പോഴാണ് ഗൈസ് കുറച്ച് ലൈറ്റ് കിട്ടിയത്. അപ്പം ഗൈസ് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഒരു മുഖമെല്ലാം കാണുമ്പോൾ, ചിലപ്പോൾ എൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എല്ലാം കാണുമ്പോൾ കുറച്ച് ഒരു മാഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലാം നോക്കി എൻ്റെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് മാനസികമായിട്ടുള്ള വൈകല്യമുള്ളവരെ എക്സ്പ്രഷൻ വരുന്നതെന്നെല്ലാം എന്നോട് പറഞ്ഞവരുണ്ട്. അപ്പം ഇതിനെ കാണുമ്പോൾ ഒരു പിരാന്തൻ്റെ എക്സ്പ്രഷൻ എന്നോട് പറഞ്ഞവരുണ്ട്. അപ്പം സോറി, ഒരു ട്രെയിന് പോയി, അങ്ങനെ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാത്തത്. ഓക്കെ, അപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഞാൻ ചിരിക്കുമ്പോഴും ഒരു നമുക്കൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും സംസാരിക്കുമ്പോൾ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, പിന്നെ എനിക്കുള്ളത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ല വെച്ചാൽ എൻ്റെ ശാരീരിക അവസ്ഥയുടെ ഒരു പേര് എന്ന് പറഞ്ഞാൽ സെറിബ്രൽ പാൾസി എന്ന് പറയും. സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞാൽ നമ്മളെ തലച്ചോറിനുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻ കാരണം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ടൈമിന് ഉണ്ടാവുന്ന ഒരു എന്താണ് രക്തത്തിൻ്റെ ശരിയായ എന്താ പറയുക സർക്കുലേഷൻ ഇല്ലായ്മ കാരണം, തലച്ചോറാണല്ലോ നമ്മളെ ബാക്കിയുള്ള എല്ലാ ശരീരഭാഗവും നിയന്ത്രിക്കുന്നത്. അപ്പം അതുകൊണ്ട്
അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ബാധിക്കും. ചിലപ്പോൾ അത് തലച്ചോറിന് തന്നെ ബാധിക്കുന്ന കേസുണ്ട്. പിന്നെ ചില സമയത്ത് കാലിന് ബാധിക്കും, കൈക്ക് ബാധിക്കും. നമുക്ക് എന്താ പറയുക, ഭാഗ്യം വെച്ചാൽ നമുക്ക് ഇവിടെ വാതിൽ എന്താണ് പൊട്ടിയടഞ്ഞത് എന്ന് പറയും നമ്മളെ ഭാഷയിൽ. അപ്പം അങ്ങനെ ആയത് കാറ്റിൽ. അപ്പോൾ അത് ദൈവം അയച്ചിട്ട് നമുക്കെന്തായി, നമുക്ക് വലിയ അലമ്പായിട്ട്, അതായത് വലിയ ബുദ്ധിമുട്ടായിട്ട്. അപ്പം കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടേ ആയിട്ടു. അപ്പം അത് ബുദ്ധിമുട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പം വണ്ടിയിലെല്ലാം ഒറ്റയ്ക്ക് കയറിയിട്ട് വരണമെങ്കിൽ ചെറിയ ചില്ലറ ഇതല്ല, നമുക്ക് ദൈവം സഹായിച്ചിട്ട് അതിനെല്ലാം പറ്റുന്നുണ്ട്. ദൈവവും ശാസ്ത്രവും സഹായിച്ചിട്ട് അത് പോയിന്റ്. ഓക്കെ, അപ്പം അങ്ങനെ സെർബ്രൽ പാൾസി ആകുമ്പോൾ നമ്മൾ ഈ നെർവ്സൊന്നും കറക്റ്റ്, നെർവ്സിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര ലേറ്റാവും. നെർവ്സിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന, ഞാനൊരു ചിരിക്കാൻ വിചാരിക്കുമ്പോൾ ആ ചിരിയുടെ ഫേസിലുണ്ടാവുന്ന ഈ മസിൽസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പ്രോപ്പർ സൈസിൽ റിയാക്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ചിരിക്കുമ്പോഴും എൻ്റെ ചില ഫോട്ടോസിലെല്ലാം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിരിച്ചതായിരിക്കും, ഫോട്ടോയിൽ ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടാവും. അപ്പം അതാണ് ആ ഒരു കഥ എന്നെ ഇടാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ചില സമയത്ത് പിള്ളന്മാരെല്ലാം പറയും ബോൾ തരം കാണിക്കില്ല, അതെല്ലാം പറയും ചില ചിരിയെല്ലാം ഇടുമ്പോൾ. അപ്പം അതാണ് അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിൻ്റെ ഒരു ശാസ്ത്രം അറിഞ്ഞിരിക്കണം. അത് അതിൻ്റെ പോയിന്റ് അല്ലേ. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെന്തു പറയുന്നത്, അപ്പം അങ്ങനത്തെ ട്രെയിനിലാകുമ്പോൾ വൈബായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ലാംഗ്വേജ് കുറച്ച് ഡിഫറെൻറ്റ്, ഞാൻ മാറ്റി പിടിച്ചിന്. അല്ല, ഞാനിങ്ങനെ പറയും, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. തവണ അതൊന്നുമില്ല, വേറെ ലെവലിൽ. അപ്പം ഡിസബിലിറ്റി കോച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോച്ചാണ് ഗൈസ്, അടിപൊളിയാണ്. റെയിൽവേയിൽ ഞാൻ ഈ ഒരു യാത്ര ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മളെ സോഷ്യൽ സിസ്റ്റം, അതിലുള്ള ഞങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ്. നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻറ് ആയാലും നമ്മളെ പൊതുസമൂഹത്തിന്, ഇപ്പോൾ കേരളത്തിൻ്റെ ബേസിസ് വെച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും ഒരു സോഷ്യൽ ബേസിസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ബേസിസ് വളരെയധികം ഫ്രണ്ട്ലിയാണ്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായത്. എവിടുന്നായാലും നമുക്ക് എന്തൊരു നീഡ് വന്നാലും ഒരു ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിന്. അപ്പം അതുപോലെ തന്നെയാണ് റെയിൽവേയിൽ നിന്ന് ഇപ്പോൾ സാറ്, ഒരു വിനിൽ സാറും രതീഷ് സാറും, 2 സാറന്മാരും എല്ലാം പറഞ്ഞു തന്നു. അവിടെ കോച്ച് നിൽക്കുന്നതിനെല്ലാം പറഞ്ഞു തന്നു, ചായം കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പം ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി നമുക്ക്. തന്നെ പോയിട്ട് ഇപ്പം അല്ലെങ്കിൽ നമ്മളൊക്കെ വന്നവരെ പോയിട്ട് ചോദിക്കും, ഞാനൊക്കെ ഇതുവരെ വന്നവരെ അങ്ങനെ ആക്കുന്നതല്ല കേട്ടോ. അത് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ, അതുകൊണ്ട് മാത്രം കേട്ടോ. ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണമെന്ന് ഇല്ല, ഇതെൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞാൻ സഞ്ചരിക്കുന്നതാണ്. നോക്കാമല്ലോ എന്താവും. ചലഞ്ചിങ് ആണ്, എന്നാലും ചലഞ്ചിങ് അല്ല. കാരണം എൻ്റെ ഒരു പ്ലാന് പ്രകാരം ഇവിടുന്ന് കയറിയിട്ട് തന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് തിരുവനന്തപുരം ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഊബർ ഉണ്ടാവും, ചിലപ്പോൾ അവരെ വണ്ടി സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, മനോഹരമായ ട്രെയിൻ കാഴ്ചകളിലൂടെ നമ്മൾ പോവുകയാണ് ഗൈസ്. മനോഹരമായ പാടം, അതിരാവിലെ മനോഹരമായ പാടങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കിട്ടും ഗൈസ്. കാഴ്ചകൾ ഒരുപാട് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ടിക്കറ്റിന് പ്ലെയിൻ എടുത്ത് ടിക്കറ്റെല്ലാം ഡൊമസ്റ്റിക് ആകുമ്പോൾ നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളും പരിചയപ്പെടുന്ന ആൾക്കാരും അതൊക്കെ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം വളരെയധികം പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. പുഴയ്ക്ക് കുറുകെ നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം സമയം കുറേ കഴിഞ്ഞ് ഒരു 12
12:05. ഇപ്പം സമയം 12:05. അപ്പം നൈസ്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനാണ് നമ്മുടെ ബോഗിയിലുണ്ടായത്. ഭയങ്കരമായിട്ട് നല്ലൊരു ഹെൽത്തി ഫൺ ഡിസ്കഷൻ പാസഞ്ചേഴ്സുമായിട്ട് നടത്താൻ പറ്റും. പിന്നെ അവരുടെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടാണ് ഇങ്ങനെ മുണ്ടെന്നൊന്നും വീഡിയോ എടുത്തില്ല. കാരണം അവർ പ്രൈവസിയും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഈ ഡിഫറെൻ്റ്ലി കമ്പാർട്ട്മെൻറ്റിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഒരുപാട് പേര് വന്നു. ഐ വണ്ടർ, നമ്മൾ ഈ യാത്ര ചെയ്യണം എന്ന് പറയുന്നത് ഓരോരാളുടെ ജീവിതം മനസ്സിലാക്കാനും നമ്മളെന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഒരുപാട് ഉപകരിക്കും. യാത്ര അത്രത്തോളം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചിന്തയെയും ആശയത്തെയും ഇന്ന് വരെ ഉണ്ടായിരുന്ന നിലപാടുകളെയും മാറ്റിമറിക്കാൻ യാത്രയ്ക്ക് പറ്റും. അപ്പം അങ്ങനെ ഒരു മാറ്റിമറിഞ്ഞ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് പോയത്. അപ്പം ഒരുപാട് പേര് സംസാരിച്ചു. ഞാൻ ഇപ്പം ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ബ്ലൈൻഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആൻഡ് ഐ വണ്ടർ, ഇപ്പം ഈ ബുദ്ധിമുട്ടുള്ളവരെല്ലാം വളരെ ഈ ഇതിൻ്റെ ഉള്ളിൽ കയറിയവരൊരു സിമ്പത്തറ്റിക് അപ്രോച്ച് എടുക്കുന്നവരല്ല. ആൻഡ് അവർ കുടുംബമായിട്ട് വരുന്നു. ആൻഡ് ഐ വണ്ടർ വാട്ട് ഈസ് ലൈഫ്, എന്താണ് ലൈഫ്, ലവ് മാരേജ്. അപ്പം അങ്ങനത്തെ എല്ലാം ലവ് മാരേജ്, ദെൻ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത കഥ, അല്ലെങ്കിൽ നല്ലൊരു ഒരു ഫാമിലി, ഒരു ചേച്ചിയുടെയും അനിയത്തിയുടെയും അനിയൻ്റെയൊക്കെ സ്റ്റോറി. അപ്പം ഒരുപാട് പേര്, അർജു എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഒരു ഭിന്നശേഷിക്കാരുടെ ലൈഫിൽ ഇപ്പം നമ്മൾ കാണാത്ത ഈ ദുരിതം എന്നതിനപ്പുറം നമ്മീ പറയുന്ന പോലെ അതിൽ എത്രയോ ഭാഗ്യവാന്മാരാണ്. അപ്പം അവരപേക്ഷിച്ച് അപ്പം അത്രക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ നല്ലൊരു കരിയറും നല്ലൊരു ഫാമിലി ലൈഫിൽ ലീഡ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് ശരിക്കും ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷൻ, റൈറ്റ്? അത്രത്തോളം ഈ കഴിഞ്ഞൊരു 1 മണിക്കൂർ എന്നെ സംബന്ധിച്ച് 1.5-2-3 മണിക്കൂർ വളരെ ഇൻസ്പയറിംഗ് ആണ്. വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസാണ് നടന്നത്. ആൻഡ് വി ഹാവ് നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടി. അപ്പം ആ സൗഹൃദത്തിലൊരു ചായയും ഒരു വടയും കിട്ടി നമുക്ക്. നീലേശ്വരത്തുള്ള ബിജു സാറ് ചായയും വടയും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോബ്ലം വന്നു. പ്രോബ്ലം മറ്റൊന്നുമല്ല, നമ്മൾ ഇപ്പം ഇന്ന് തിങ്കളാഴ്ച, ചൊവ്വാഴ്ചയാണ് നമ്മുടെ പ്രോഗ്രാം. നാളെ രാവിലെയാണ് പ്രോഗ്രാം. അപ്പം എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം അക്കോമഡേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വിളിച്ചു പറഞ്ഞു അക്കോമഡേഷൻ ഇല്ല, പക്ഷെ അത് അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓക്കെ ആണ് ഇപ്പം കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നോ പ്രോബ്ലം, വി ഹാവ് ഫ്രണ്ട്സ്. അങ്ങനെയാണ്. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒന്ന് ഡിസ്കസ് ചെയ്തു. ആറ്റുകാൽ പൊങ്കാലയല്ലേ, അപ്പം അതിൻ്റേതായ തിരക്കുണ്ട്. അപ്പം ഭയങ്കര റഷ് ഉണ്ട്. സംതിങ് റിസ്കി ആണ്, എന്നാലും വി വിൽ ട്രൈ. ഓക്കെ. അപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് പോകണമെന്നുണ്ട്. പിന്നെ അവിടെ പോയി ചെന്നിട്ട് നൈസ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പിടിക്കണം എന്നുണ്ട്. ആൻഡ് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ട് തനിച്ച് യാത്ര ചെയ്തു? അതല്ല, ഞാൻ തനിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് ഒന്ന് ഐ വാണ്ട് ടു ഫ്ലൈ. നമ്മളെപ്പോഴൊരു കംഫർട്ട് സോണിലിരിക്കുമ്പോൾ ഗൈസ്, അത് നമ്മളെ ഭയങ്കരമായിട്ട് കൂടുതൽ ഒരു കംഫർട്ട് അഡിക്ഷൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മളൊരു നമ്മളെ കൊണ്ട് ഇത്രയും പറ്റും എന്നുള്ളൊരു ലിമിറ്റ് സേയിങ് ഉണ്ടാവും. അപ്പം അത് മറികടക്കാൻ ഇത്തരം ചലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കുക. അപ്പം ഇതൊരു ഹെൽത്തി ചലഞ്ചായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ആൻഡ് അപ്പം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. മാത്രമല്ല ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു തോട്ട്
സാഹചര്യത്തിനനുസരിച്ച് ആൾക്കാർ നിൽക്കണമെന്നില്ല. എനിക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലത്തെ ആൾക്കാർ നിൽക്കണമെന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട പോലെ ആൾക്കാർ നിൽക്കണമെന്നില്ല. ആൻഡ് ദേ ഹാവ്, ഇപ്പം എൻ്റെ ഒരു യാത്രയാകുമ്പോൾ ഐ ഹാവ് ടു സഫർ എ ലോട്ട്. എനിക്ക് എത്ര വേണമെങ്കിലും എൻ്റെ ആഗ്രഹത്തിന് എത്ര വേണമെങ്കിലും സഫർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പം ആ ഒരു സഫറിങ് എൻ്റെ കൂടെ വരുന്നവരുണ്ടാവുമോ എന്നെനിക്കറിയില്ല. എൻ്റെ ചില ഇഷ്ടങ്ങൾ തേടി പിടിക്കാൻ ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി സഫർ ചെയ്യേണ്ടി വരും. അപ്പം അത് എൻ്റെ ഒക്കെ വരുന്നവർക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആവണമെന്നില്ല. ഇപ്പം നമ്മളൊരു കോട്ടുണ്ട്, അതായത് എന്താ പറയുക, കസേര ഉണ്ടാക്കാൻ അറിയുന്നവൻ ഇരിക്കാനുള്ള സ്ഥലത്തെക്കുറിച്ച് വേവലാതി പെടാൻ പാടില്ല. അപ്പം നമുക്ക് കസേര ഉണ്ടാക്കാൻ അറിയും, പിന്നെന്തിനാണ് നമ്മൾ ഇരിക്കാനുള്ള സ്ഥലത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നത്? നമുക്ക് പോവാനും സംസാരിക്കാനും കാര്യങ്ങൾ ഡീൽ ചെയ്യാനും ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിസ്റ്റം വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുള്ള ഒരു സമൂഹത്തിൽ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരാളായത് കൊണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് കൂടുതൽ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഇപ്പോഴൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ലെറ്റ്സ് ട്രൈ ഔട്ട് സംതിങ് ന്യൂ അല്ല. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാത്ര ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ആൻഡ് ഇതുവരെ നന്നായിരുന്നു. ഇനി ഒരു ചലഞ്ചുള്ളത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ്. അപ്പം ഇറങ്ങിയിട്ടൊന്ന് അവിടെ റെസ്റ്റ് റൂമിൽ നിന്ന് ഫ്രഷ് ആവണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ആൻഡ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഗാർഡ് ഉണ്ട്. ഗാർഡ് നല്ല കോപ്പറേറ്റീവാണ്, റെയിൽവേയിലെ ഗാർഡ്സ്. അപ്പം അതാണ്, ഒരുപാട് പേർക്ക് താങ്ക്സ് പറയാനുണ്ട്. അതായത് എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളെപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമുക്ക് തന്നെ ആൾക്കാരുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആൾക്കാർ എപ്പോഴും നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. സംടൈം വി ഹാവ് ടു മൂവ് ഓൺ. ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരാൾ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ, അയാൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കിയത് എൻ്റെ ആഗ്രഹവും എൻ്റെ അവസരവുമാണ്. അപ്പം അങ്ങനെ ആവാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിശ്ചിതമായ വാശിയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് സംഭവം. അപ്പം ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഞാനിങ്ങനെ ഒരു ചലഞ്ച് എടുത്തു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. നമ്മളിപ്പം ഇത് ട്രെയിനിൽ കയറിയപ്പാടാണ് മനസ്സിലാക്കിയത് നമ്മളെയും കാട്ടി എത്രയോ ബുദ്ധിമുട്ടുള്ളവർ ഈ ചലഞ്ച് എത്രയോ വർഷമായിട്ട് ഡെയിലി സിമ്പിളായിട്ട് വരുന്നു പോകുന്നു. പ്രത്യേകിച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഹാറ്റ്സ് ഓഫ് ടു ദം. അതാണ് നമ്മൾ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊന്നും അല്ല എന്ന് നമ്മൾ തെളിയും. അപ്പം ഞാൻ നെക്സ്റ്റ് ട്രിപ്പ് എടുത്തത് ഗോവക്ക് പോകണം ഒരാഗ്രഹം നോക്കാം നമുക്ക്. മെയിൻ പ്രശ്നം എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരാഗ്രഹമുള്ളത് എൻ്റെ ഒരു വ്ളോഗ് അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അപ്പം അതിനൊരു ഐഡിയ കിട്ടുന്നില്ല. എങ്ങനെയാണ് സ്റ്റിക്കിൽ റെഡിയാക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ഒരു മൈക്ക് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് സ്പോൺസർ ചെയ്യാം, അല്ലാതെ നമ്മൾ തന്നെ വാങ്ങുന്നതായിരിക്കും. അപ്പം ട്രൈപോഡും സ്പോൺസർ ചെയ്യാം കേട്ടോ. ഞാൻ ഗൂഗിൾ പേ നമ്പറെല്ലാം അടിയിലിട്ട് തരാം. ഞാൻ വേണ്ട പോലെ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. എനിവേ യാത്ര ചെയ്യണം ഗൈസ്, യാത്ര ചെയ്യണം. ഞാൻ ചലഞ്ചിങ് ആണെങ്കിലും നമ്മൾ ആ ചലഞ്ചിൽ, കാരണം നമ്മൾ ഒരു സാധനം ആഗ്രഹിച്ചാൽ അത് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അതിന് നമ്മളെ എഫേർട്ട് ഇട്ടാൽ മതി. കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി ഓക്കെ, വടക്കാഞ്ചേരി നമ്മുടെ ട്രെയിനിനെ മറ്റൊരു ട്രെയിൻ പാസ് ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. ഏതോ ഒരു ട്രെയിൻ പോകുന്നു കേസ്. ഏത് ട്രെയിനാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. തൊട്ടി ഉരുമ്മിപ്പോവുകയാണ് കേസ്, തൊട്ടി ഉരുമ്മിപ്പോവുകയാണ്. ഗൈസ് നോക്കൂ ഗൈസ്, മനോഹരമായ കാഴ്ചയാണ് ഗൈസ്, മനോഹരമായ കാഴ്ച. നമുക്കിനി ട്രൈപോഡും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഒന്നാമത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം
നടക്കുന്നു പോകുമ്പോൾ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് അപ്പം നെക്സ്റ്റ് ട്രാവൽ വ്ളോഗിൽ നമ്മളത് റെഡിയാക്കും. ഇപ്പം മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ. ട്രൈപോഡ് ചെറിയൊരു ട്രൈപോഡ് വെച്ചിട്ട് സ്റ്റിക്കിന് ഇതാക്കേണ്ടത് റെഡിയാക്കണം. മനോഹരമായ കാഴ്ചയാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കായലുകൾ, നല്ലൊരു ലോങ്ങസ്റ്റ് കായലാണ്. അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു തന്നതാണ് ഇവിടെ നല്ലൊരു സീനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയാണ് ഗൈസ് നമ്മുടെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ് നമ്മുടെ യാത്രക്കിടയിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ശരത്തേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടൻ ട്രാക്ക്മാനായിട്ട് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നല്ലൊരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള കരിയർ ബേസ്ഡ് കോൺവെർസേഷനും പുള്ളി എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. പുള്ളി ട്രാക്ക്മാൻമാരുടെ ബുദ്ധിമുട്ടും ഈ ട്രാക്കെല്ലാം നേരാക്കുന്നവർ ആക്സിഡൻറ്റ് പെടുന്നതും അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു. ഒരുപാട് നല്ല അനുഭവങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ചും ഒരുപാട് എക്സാമുകളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ആൻഡ് കോണ്ടാക്റ്റ് ഉണ്ട്. നല്ല നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളത് ഈ യാത്രയുടെ ഒരു വലിയൊരു സ്പെഷ്യലാണ്. ഒരുപാട് ടേൺസ് വരാൻ പറ്റിയ ഒരു യാത്ര തന്നെയാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നല്ല കാഴ്ചകൾ തുടരുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എത്താനായി. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായി ഗൈസ്. ഇനി വെറും 2-3 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്താറായി. റിയലി ടയേർഡ്. നമ്മളിപ്പോൾ ഉള്ളത് തമ്പാനൂർ, അതായത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം ഒറ്റയ്ക്ക് വന്നു. ആൻഡ് പകുതി നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ്. ഹാപ്പി. ഇനി നേരെ നമ്മുടെ റൂമിലേക്ക് പോകണം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. ഓക്കെ, കുറേ കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ് തിരുവനന്തപുരം നഗരത്തെ വലം വെച്ചുകൊണ്ട് നമ്മൾ റിക്ഷയിൽ പോവുകയാണ് ഗൈസ്. റിക്ഷയിൽ പോവുകയാണ്. നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. ആൻഡ് ദാറ്റ്സ് ദ തിങ്. ഞാൻ നന്നായിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് എത്തി ഗൈസ്. റൂം അടിപൊളിയാണ്. റൂം ഗംഭീരമാണ്. ക്വാളിറ്റിയാണ്, നല്ല അടിപൊളിയാണ്. അടിപൊളി വൈബ്, അടിപൊളി ആൾക്കാരെ പരിചയപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് എ ഡേ ഐ റിമെമ്പർ മോസ്റ്റ്. ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് എല്ലാം ഒറ്റയ്ക്ക് ഇതാക്കിയത്. ഓക്കെ, അപ്പം അത് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് പേരുടെ ഹെൽപ്പ്. കാരണം നമ്മുടെ ഒരു കാര്യം എഫേർട്ടിട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്തായിട്ടും അതിൻ്റെ കൂടെ നിൽക്കുന്നുള്ള ഒരുപാട് ഹെൽപ്പ്. ആൻഡ് ഒരുപാട് പേര് ഹെൽപ്പാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. ഇപ്പം റൂമിലാണ്. ഐ ആം സ്പീച്ച്ലെസ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നു യാതൊരു എൻ്റെ ലൈഫിൽ പോലും അങ്ങനെ എപ്പോഴും ഒരാൾ കമ്പനി വേണം എന്നൊരു മൈൻഡ് സെറ്റിലുണ്ടായ ആളാണ്. പക്ഷേ ഫ്രം മുണ്ടക്കയിൽ നിന്ന് ഇന്നലെ രാത്രി 3 മണിക്ക് വിട്ട ഞാൻ ഇന്നിപ്പം 9 മണി, ഇന്ന് രാവിലെ 3 മണിക്ക് വിട്ട ഞാൻ ഇന്നിപ്പം 9 മണിയാകുമ്പോൾ ട്രിവാൻഡ്രം ഒരു തലയിൽ നിന്ന് ഈ തലയിലേക്ക് ഒറ്റയ്ക്ക് വന്നു. എല്ലാം ഓട്ടോ വിളിച്ചതും ബാക്കിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്തു എന്നറിഞ്ഞാൽ വളരെയധികം എന്താ പറയുക, ഒരു സ്റ്റെപ്പും കൂടി പുഷ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇനി ഫുഡ് കഴിക്കണം. നല്ല ദോശ ചമ്മന്തിയാണ് നമുക്കിന്ന് ഫുഡിന്. ആൻഡ് അത് കഴിച്ചിട്ടും കിടന്നുറങ്ങണം. ആൻഡ് അങ്ങനെയാണ്. നാളെയാണ് നമ്മുടെ പ്രോഗ്രാം CMO ആയിട്ടുള്ള
നോക്കാം എങ്ങനെയാണ്. അപ്പം ഇവിടെ നമ്മുടെ റൂമിൽ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നമ്മളെ വ്ളോഗിൽ കൊണ്ടുവരാം. വെയിറ്റ് ആൻഡ് സീ. ഫോട്ടോ അല്ല, വീഡിയോ എടുക്കണം. ജസ്റ്റ് ഒരു മിനിറ്റ് വേണ്ടേ? വ്ളോഗ് ഫോട്ടോ എടുക്കുന്നില്ല, വീഡിയോ. എന്നിട്ട് വ്ളോഗിൽ ഞാൻ നിങ്ങളെ പറഞ്ഞിന് നല്ലൊരു മനുഷ്യനെ പരിചയപ്പെട്ടിന്. അപ്പം ആ മനുഷ്യനെ എടുത്തിട്ട് കാണിക്കണ്ടേ? ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈസി സ്റ്റേ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു ഡോർമെട്രി കം ഹോട്ടൽ കം അക്കോമഡേഷൻ സെൻറ്ററിലാണ് നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പം ഞാനൊരു കക്ഷിയെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. നമ്മ കാസർഗോട്ടുകാർക്ക് ഒരു പ്രത്യേകത ഇല്ലത് എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നമ്മളൊരു കൈയുണ്ടാവും. അപ്പം അങ്ങനെ ഒരു കൊടകുകാരൻ നമ്മളെ ഇവിടെയുള്ളൊരു ഈ എന്താ അക്കോമഡേഷൻ സ്റ്റേയുടെ ഫുൾ ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ട്. അതായത് അയാൾ ജോയിൻ ചെയ്തിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ഫുള്ള് നമ്മളെ ഓണർ ഫുള്ള് വിട്ടുകൊടുത്തു. നീ എൻ്റെ ആത്മാർത്ഥത കണ്ടിട്ട് എന്നെ ഒരു 5 മിനിറ്റ് സംസാരത്തിൽ എനിക്ക് ഭയങ്കര ലൈക്കായ ആളാണ് നമ്മൾ അനീഷേട്ടൻ. ഞാൻ പറഞ്ഞു, അനീഷേട്ടാ നമ്മളെ വീഡിയോയിൽ വരണം എന്നെല്ലാം പറഞ്ഞു. അനീഷേട്ടനെ ഒക്കുന്നില്ല. എന്തു പറയുന്നത് അനീഷേട്ടാ? വേണ്ടാന്നാണ് അനീഷേട്ടൻ പറയുന്നത്. അനീഷേട്ടനെ വേറൊരിക്കൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തണം. ഓക്കെ, അപ്പം അതാണ്. അപ്പം നമ്മൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കുന്നത്. അനീഷേട്ടനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഗുഡ് മോർണിംഗ്. നമ്മുടെ എന്താണ് CMO ഇൻട്രാക്ഷൻ. ആൻഡ് ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ആൻഡ് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചായ കുടിക്കണം. അതിന് മുമ്പായിട്ടൊരു ചായ ഞാൻ കുടിക്കുകയാണ് ഗൈസ്. ദിസ് ഈസ് മൈ കപ്പ് ഓഫ് ടീ. ആൻഡ് ബ്ലറാവുന്നുണ്ട്. ബ്ലറാവുന്നുണ്ട് ഗൈസ്. യെസ്, ചായ കുടിക്കണം. ചായ കുടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇവിടുന്ന് വണ്ടി സൗകര്യമുണ്ട്. അടിപൊളിയായിട്ട് ഇൻട്രാക്ഷനിൽ പങ്കെടുക്കണം. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നൈറ്റ് സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു നല്ലൊരു സ്ലീപ്പ് കിട്ടാറില്ല. എന്നാലും ഇന്നലെ അത്യാവശ്യം ടയേർഡായിരുന്നു. ബട്ട് നമ്മുടെ എനർജി ലെവൽ കീപ്പ് ചെയ്തിട്ട് നിന്നു. ഇപ്പോൾ നമ്മൾ നൈറ്റിനാണ് ട്രെയിനിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് സ്ഥലം കാണണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ആറ്റുകാൽ പൊങ്കാല എല്ലാം ആയതുകൊണ്ട് ഭയങ്കര റഷാണ്. അങ്ങനെ പെട്ടെന്ന് ആക്സസിബിൾ അല്ല എന്നാണ് കേട്ടത്. നോക്കാം. ആൻഡ് അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അതാണ് സംഭവം. അടിപൊളിയാണ്. എന്നാലും ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ യാത്ര പുറപ്പെടുകയാണ്. നമ്മുടെ CMO പരിപാടിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ കവടിയാർ ഉദയ് പാലസിലാണ് ഗൈസ് നമ്മുടെ യാത്ര. നമ്മൾ പോവുകയാണ് ബസ്സിൽ. ഞാൻ ആലപ്പുഴ ടീമിൻ്റെ കൂടെയാണ് ഞാനുള്ളത്. കാരണം നമ്മുടെ ടീം എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് അറിയിച്ചിരുന്നു, കാസർഗോഡ് ടീം. ഓക്കെ, അപ്പം അങ്ങനെ ബസ്സിൽ പോവുകയാണ്. ഒരുപാട് പേര്
പ്രോഗ്രാമിനുണ്ട്. അപ്പം നമുക്ക് സെലക്ഷൻ ഭിന്നശേഷി വിഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പം അടിപൊളിയാണ് സംഭവം, കളറാണ്. ഓക്കെ, നഗരവീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. നമുക്ക് പറ്റുമെന്ന് പോയി നോക്കണം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നോക്കാം. അവിടെ പകൽ മാത്രമേ പാസ്സുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം പാസ്സില്ല എന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ഉച്ചവരെയാണ് നമ്മുടെ പ്രോഗ്രാം. യെസ്, നമ്മൾ പാസ് ചെയ്യുകയാണ്. ആൻഡ് നമ്മളെത്തി. ഓക്കെ, നമ്മൾ എൻട്രൻസിലെത്തിയ ഉടൻ തന്നെ അവരുടെ PRD ടീം ഷൂട്ട് ചെയ്യുകയാണ്. എൻ്റെ സുഹൃത്ത് ആലപ്പുഴക്കാരൻ പ്രഭുദേവാണ് ഈ വീഡിയോ എടുത്തു തന്നത്. അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്. ഭയങ്കര കമ്പനിയാണ് ബ്രോ. ഇത് PRD ടീമാണ് എൻ്റെ ബൈറ്റ് എടുക്കുന്നത്. പിന്നെ അവരെ കൂടാതെ രണ്ട് പത്രക്കാരും, പിന്നെ ദേശാഭിമാനി, പിന്നെ അതേപോലെ അതിൻ്റെ ഓൺലൈൻ വിങ്ങൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ് സംഭവം. ഓക്കെ, എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇത് ഉദയ് പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഒരുപാട് പേരുണ്ട് കേസ്, ഒരുപാട് പേര് ഈ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മളെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ആൻഡ് ഗാർഡെല്ലാം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്, കാരണം CMനെ വെൽക്കം ചെയ്യാൻ. യെസ്, നമ്മുടെ ഉദയ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറി ഗൈസ്. ഇതാണ് നമുക്ക് ഈ റിസർവ്ഡ് ആൾക്കാർക്കുള്ള സെലിബ്രിറ്റികൾക്കെല്ലാം കൊടുക്കുന്ന സീറ്റാണ് തന്നത്. യെസ്, CM വരികയാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് കടന്നു വരികയാണ് ഗൈസ്. GS പ്രദീപ് സാറാണ് മോഡറേറ്റർ. അപ്പം അദ്ദേഹം വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, ഭയങ്കരം കാര്യമായ ഇൻട്രോ ഒക്കെ കൊടുത്തു ഗൈസ്. ഒരുപാട് പേരുണ്ട്. നമ്മുടെ പരിപാടി ആരംഭിച്ചു ഗൈസ്. യെസ്, അങ്ങനെ പരിപാടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. അർജുൻ അശോകൻ, അതേപോലെ വിധു പ്രതാപ് ആൻഡ് അനശ്വര, ദെൻ ഒരുപാട് പേര് സെലിബ്രിറ്റീസ്, ബേസിൽ ജോസഫ്, ഇവരെല്ലാം ഉണ്ട് ഗൈസ്. ആൻഡ് CMൻ്റെ പ്രസംഗം തുടങ്ങി ഗൈസ്. ആൻഡ് നമ്മുടെ വേദിയെ, നമ്മുടെ പരിപാടിയെ അഭിസംബോധന ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിന് അദ്ദേഹം മറുപടി പ്രസംഗം പിന്നീട് പറയും. എല്ലാവർക്കും ഒന്നിച്ച് മറുപടി തരുന്നതാണ് പ്രോഗ്രാമിൻ്റെ രീതി. ആൻഡ് നമ്മൾ ഇവിടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ റോൾ തന്നെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അനശ്വര സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പം കാണുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഇവരെല്ലാം കാണാൻ പറ്റി അടുത്ത് നിന്നെന്ന് പറയുന്നത്. ആൻഡ് പരിപാടി കഴിഞ്ഞു. അപ്പം ഇപ്പോഴാണ് ദേശാഭിമാനി ടീം വന്ന് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എല്ലാവരും CM വരാൻ കൂടി വെയിറ്റ് ചെയ്യുന്നൊരു ടൈമാണ്. പുറത്തേക്ക് പ്രോഗ്രാം കഴിഞ്ഞ് ഇത് ദേശാഭിമാനി ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു ബൈറ്റാണ്. ഇത് എടുത്തു തന്നത് നമ്മുടെ പ്രഭുദേവ് തന്നെയാണ്. ഇതും നമുക്കെടുത്തു തന്നത് പ്രഭുദേവ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഭുദേവിനെ കൂടാതെ അവരുടെ ഗ്യാങ്ങിൽ ഒരുപാട് പേരുണ്ട്. രാഹുലേട്ടൻ, പിന്നെ പേര് ഒരുപാട് പേരെ മറന്നു. ആലപ്പുഴയിലത്തെ ടീം, ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അവരോടെല്ലാം സംസാരിക്കാൻ പറ്റി. പിന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ രാജ്യസഭ MP റഹീം സാറിൻ്റെ ഭാര്യ അമൃത മാഡം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാൻ ദൂരത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡായി. എനിക്ക് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി തന്നു. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറയണം, വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു കാര്യമായിരുന്നു, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പോൾ അല്പനേരം കാത്തു നിന്നിട്ട് നമുക്ക് നമ്മളോട് നമ്മുടെ റോവർ സുഹൃത്തായ ഷൈനേട്ടൻ വണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈനേട്ടനെ കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ നമ്മൾ നിയമസഭയിലേക്ക് പോവുകയാണ്. നിയമസഭ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ റോവർ ഫ്രണ്ടായ ഷൈനേട്ടനുണ്ട്. ഷൈനേട്ടനടുത്ത ആട് പുലിയാണ്. അത്യാവശ്യം അറിയപ്പെടുന്നൊരു പൊളിറ്റീഷ്യൻ കം അഡ്വക്കേറ്റ് കം ഓൾ ഇൻ ഓളാണ്. ഷൈനേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് നിയമസഭയിലേക്ക് ഒരു സ്പെഷ്യൽ എൻട്രി സെറ്റായിട്ടുണ്ട്. ഏതാണ് സ്റ്റേഡിയം കാണിക്കാം. സ്റ്റേഡിയം നമുക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്, കാരണം നൈറ്റ് എൻട്രി ഇല്ല. നമ്മളിപ്പോൾ നിയമസഭയിലെത്തി പാസ് എടുക്കുകയാണ്. ഷൈനേട്ടൻ ഏർപ്പെടുത്തിയ ആൾ പാസ് എടുത്തിരുന്നതാണ്. യെസ്, ഇതാണ് നമ്മുടെ ഗണപതി ടെമ്പിൾ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല, കുറച്ച് സൗകര്യം കറക്റ്റ് ടൈമിന് റെയിൽവേക്ക് എത്താനുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിന് ചുറ്റും ഇതാ പോവുകയാണ്. ഒരുപാട് സുന്ദരന്മാരുണ്ട് ഗൈസ്. അതിൻ്റെ ഒരുപാട് കടകളുണ്ട് ഗൈസ്, ഒരുപാട് ഷോപ്പുകളുണ്ട്. ആൻഡ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഏതാനും നിമിഷത്തിനകം നമ്മുടെ ഡെസ്റ്റിനേഷനായ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്പിരിച്വൽ പോയിന്റിലേക്കാണ് ഗൈസ് നമ്മൾ എത്തിച്ചേരുന്നത്. ആൻഡ് നമ്മൾ പോവുകയാണ്. ഷൈനേട്ടൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതേപോലെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, KSU അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അപ്പോൾ ഷൈനേട്ടൻ, മോനെ നീ ഇതൊക്കെ വേണ്ടതെല്ലാം ചെയ്തോ, കാറ് ഞാൻ അയച്ചുതരാം. സ്വിഫ്റ്റ് ഡിസയർ വണ്ടിയാണ് നമുക്ക് ഷൈനേട്ടൻ വിട്ടു തന്നിരിക്കുന്നത്. ഷൈനേട്ടൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളത് രാഹുലാണ്. രാഹുൽ ഷൈനേട്ടൻ്റെ സുഹൃത്താണ്. ആൻഡ് ശ്രീയേട്ടൻ, ആനന്ദേട്ടൻ, ഷഹബാസ്, ഇവരൊക്കെ റോവറുള്ള സുഹൃത്തുക്കൾ. ഇവരാണ് അവരെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാൻ പറഞ്ഞത്. എല്ലാവർക്കും താങ്ക് യു മൈ ലീഡേഴ്സ്, ശ്രീയേട്ടൻ, ഷഹബാസ് സാർ ആൻഡ് ആനന്ദേട്ടൻ, ട്രിവാൻഡ്രത്തുള്ള അരുവിക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റ്. ആൻഡ് അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ, ലിംഗഭേദമന്യേ എല്ലാവരും ഒരുപാട് ഹെൽപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ പോവുകയാണ് ഗൈസ്. നമ്മൾ മുണ്ടക്കയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ സമാപിപ്പിക്കുന്നത്. ദ മൊമെന്റ് ഐ ചെറിഷ് ഫോർ എവർ. നോക്കൂ ഗൈസ്, ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഗൈസ്, ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. ക്ലിയർ ആവുന്നില്ല ബ്രോ, ഒന്നും കൂടി. യെസ്, ഒന്ന് നിന്നിട്ടൊന്ന് നോക്കാൻ പറ്റുമോ? പാർക്ക് ചെയ്ത് ശ്രീ പത്മനാഭന്റെ മണ്ണാണ് ഗൈസ്. ഈ ഫ്രണ്ടിലൊന്ന് കുറച്ച് ടൈം ലേറ്റ് ആവോ? എന്തായാലും ആ ഫ്രണ്ടിൽ നിന്ന് ഫൈനലി നമ്മൾ ആ മൊമെൻറ്റിലേക്ക് എത്തി ഗൈസ്. ഞാൻ ഇറങ്ങി, ഞാൻ മെല്ലെ നടന്ന് ആ ഒരു ഗോപുരം കാണാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു മൊമെൻ്റായിരുന്നു. ദൂരത്തിൽ നിന്നാണെങ്കിലും ഇപ്പം ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഉൾഭാഗത്തൊക്കെല്ലാം ഭയങ്കര തിരക്കാണ്. ഞാൻ പോയ ദിവസം രഥമ്യേന കുറവാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച മൊമെൻ്റാണ്. നമ്മൾ ഈ നിലവറകളെ കുറിച്ചും ഏഷ്യാനെറ്റിൽ ഒക്കെ ഈ സുപ്രീം കോടതി വിധിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഗോപുരം അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചൊരു അതൊന്ന് കാണണം എന്നാഗ്രഹിച്ചൊരു മൊമെൻ്റാണ്. ഭയങ്കരമായിട്ട് നിറഞ്ഞു പോയൊരു മൊമെൻ്റ് കൂടിയാണ്. ഡിവൈനായിട്ടുള്ള ഒരു ഉൾവിളിയോടെയാണ് ഞാൻ ഈ ഒറ്റയ്ക്കുള്ള യാത്ര തുടങ്ങിയത്. ആൻഡ് ഇറ്റ്സ് റീച്ച്ഡ്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആൻഡ് ഹാവ് വി ഗോ. നമ്മൾ ഈ റീലെല്ലാം കാണുന്ന പോലെ എന്തൊരു മഹാനുഭാവരെന്ന്
പാട്ടിട്ടിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു മൊമെൻറ്റിലേക്കാണ് ഞാനിപ്പം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. യെസ് ഗൈസ് ലുക്ക് അറ്റ് ദിസ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. ഭയങ്കര സന്തോഷം ഗൈസ്, ഭയങ്കര സന്തോഷം. ഗൈസ് അപ്പം നമ്മുടെ യാത്ര ഇറ്റ്സ് കംപ്ലീറ്റഡ്. നമ്മൾ യാത്ര ചെയ്യണം ഗൈസ്. നമ്മൾ ഇങ്ങനെ പൊട്ടക്കിണറ്റിലെ തവളേനെ പോലെ നിൽക്കാൻ പാടില്ല. യാത്രക്ക് മുമ്പുള്ള ഞാനും ഇപ്പം യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് വിടാൻ നിൽക്കുന്ന ഞാനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് മാനസികമായിട്ടും ഐഡിയപരമായിട്ടും എല്ലാം മാറി. നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് പോയി. കാരണം ആറ്റുകാൽ പൊങ്കാലയെല്ലാം ആയതുകൊണ്ട് ഇവിടെ പെർമിഷൻ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മൊമെൻ്റ് കിട്ടിയിരുന്നു. ഞാനതൊന്ന് കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇറ്റ്സ് ഡ്രീം കംസ് ട്രൂ മൊമെൻറ്റ്. അപ്പം അത് കിട്ടി. ഭഗവാനോട് പ്രാർത്ഥിച്ചു. And we are heading to railway station for the departure. Okay guys. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മലബാർ എക്സ്പ്രസ്സിൽ. സമയം ഒരു രാത്രി 12 മണി. ഇന്ന് വൈകിട്ട് ഒരു 6:30ക്കാണ് നമ്മൾ ട്രെയിൻ കയറിയത്. നൈസ് എക്സ്പീരിയൻസ് ഗൈസ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, അതേപോലെ നിയമസഭയിൽ പോയി. പക്ഷേ ക്യാമറ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നല്ല നല്ല ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ അവിടെ ഞാൻ നിയമസഭയിൽ പോയപ്പാട് കണ്ടതാണ് നമ്മുടെ MS രാജൻ സാർ. അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. നമുക്കിത് എന്താണ് നിയമസഭയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളാണ്. വാട്ട് എ നറേഷൻ. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു, എന്നെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. പുള്ളി ചായക്ക് വാങ്ങിച്ചത് നമുക്ക് പഞ്ചാബി വട വാങ്ങിച്ചു. ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ, വാട്ട് ആൻ എക്സ്പീരിയൻസ്. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. കിടിലൻ എക്സ്പീരിയൻസ്. അപ്പം അവിടെ പോയി. ഇപ്പം സീസൺ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, അതിനുള്ള പെർമിഷൻ കിട്ടിയില്ല. ബട്ട് നമുക്കതൊന്ന് കാണണം എന്നുണ്ടായിരുന്നു. അത് അക്കംപ്ലീഷ് ചെയ്തു. അങ്ങനെ വൈകിട്ടൊരു ഞാൻ 8:50 ഒരു ട്രെയിനിൽ മാംഗ്ലൂർ എക്സ്പ്രസ്സിൽ വരാനാണ് നിന്നത്. പക്ഷേ ഞാൻ അവിടെ ഒരു 6 മണിയാകുമ്പോൾ എൻ്റെ റെയിൽവേ സ്റ്റേഷനിലെത്തി. വേറെ നമ്മൾ തൽക്കാലം ഡെസ്റ്റിനേഷൻ പിക്ക് ചെയ്തില്ല. 1-2 നോക്കിയിരുന്നു. രാത്രി ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. അതായത് നമ്മൾ വരുമ്പോൾ പ്ലാനിട്ട സ്ഥലമെല്ലാം കണ്ടു. അപ്പം അങ്ങനെ ഷൈൻലാലേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ട് ഷൈൻലാലേട്ടൻ്റെ വണ്ടി എടുത്തിട്ടാണ് എന്നെ ഒന്ന് നാട് കാണിക്കാൻ കൊണ്ടുപോയത്. രാഹുൽ ഭായ് വഴി. താങ്ക് യു ഷൈൻലാലേട്ട, താങ്ക് യു സോ മച്ച്. പുള്ളി ഒരു പൊളിറ്റീഷ്യനും അതേപോലെ വക്കീലുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. താങ്ക് യു സോ മച്ച്. റോവറാണ്. അതാണ് എനിക്ക് ഏറ്റവും അഭിമാനം. എൻ്റെ റോവർ സുഹൃത്ത് കൂടിയാണ്. അപ്പം ഐ എം വെരി പ്രൗഡ് ആൻഡ് അപ്പം അതാണ് കാര്യം. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. അപ്പം അവിടെ ട്രെയിൻ കയറുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ, സാറിൻ്റെ പേരൊക്കെ വിട്ടുപോയി, സാർ എന്നെ ഹെൽപ്പ് ചെയ്തു. മറ്റൊരാൾ കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി. ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലാണ്. ഞാൻ ട്രെയിൻ കയറുമ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയത്, എനിക്ക് വെള്ളം കൊണ്ടുവരാൻ വിട്ടുപോയി. കുടിവെള്ളം കൊണ്ടുവരാൻ വിട്ടുപോയി. ബട്ട് എൻ്റെ റോവർ ലീഡറായ ശ്രീനാഥ് സാർ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ
സാർ അപ്പോഴേക്ക് കോട്ടയത്തുണ്ട്. അപ്പം കോട്ടയം സ്റ്റേഷനിൽ വണ്ടി നിൽക്കുമ്പോഴേക്ക് മൂപ്പര് നമ്മുടെ വെള്ളം കൊണ്ടുവന്നു. അപ്പം അതെന്നെ സംബന്ധിച്ച് വാട്ട് ദ സപ്പോർട്ട് ഹീ ഗിവ്സ് ടു മീ ഈസ് അൺമെഷറബിൾ. ഓക്കെ, അപ്പം അങ്ങനെ വെള്ളം കൊണ്ടുവന്നു. മേ ബി ഇത് ക്ലിയർ ആവുന്നുണ്ടാവില്ല, എന്നാലും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. താങ്ക് യു ശ്രീനാഥ് സാർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ വളരെ ഒരുപാട് സ്ട്രെയിൻ എടുത്തല്ലേ, അപ്പം സൗണ്ട് ക്ലിയർ ഇല്ല. അപ്പം ഒരുപാട് നല്ല മൊമെൻറ്റ്സും നല്ല ആൾക്കാരും. അപ്പം നമ്മൾ പറയും നമ്മൾ യാത്ര ചെയ്ത വെള്ളത്തെ പോലെയാണ്. കാരണം ഒഴുകിക്കൊണ്ടിരുന്നാൽ അഴുക്കുണ്ടാവില്ല, നമ്മളും കുറച്ചും കൂടി ക്ലിയർ ആവുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നതൊക്കെ. ഞാൻ എന്നെ തന്നെ ഒന്ന് ക്ലിയർ ആക്കിയ ഒരു യാത്രയാണിത്. അങ്ങനെയാണ് ഉള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വളരെയധികം ഹാപ്പി എൻഡിങ് ആയിരുന്നു. ആൻഡ് ഒരുപാട് പേർക്ക് താങ്ക്സ് പറയാനുണ്ട്. അപ്പം ഇപ്പോൾ ലാസ്റ്റ് പാർട്ട് താങ്ക്സ് പറയാവുന്നതാണ്. അപ്പം ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഗൈസ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് നല്ല കോൺവെർസേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടും. ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് ഡെസിഷൻ എടുക്കാനും, ഇപ്പം നമ്മുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രീഡം കൂടി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ ഞാൻ എന്നെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ യാത്രയായിരുന്നു ഈ ഒരു ട്രിപ്പ്. ഒരുപാട് നല്ല കണക്ഷൻസും, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചിന്തയും മാറിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പം അത്രക്കും ഹെൽപ്പായിട്ടുണ്ട് ഈ യാത്ര എന്ന് പറയുന്നത്. ആൻഡ് ഒരുപാട് പേർക്ക് താങ്ക്സ്. അതിൽ ഫസ്റ്റ് പറയേണ്ടത് കേരള ഗവൺമെൻറ്റിനാണ്. പിന്നെ കേരള ഗവൺമെൻറ് എന്നെ സെലക്ട് ചെയ്തതിന് യൂത്ത് വെൽഫെയർ ബോർഡ്, അതിൻ്റെ ജില്ലാ ഭാരവാഹികൾ ശിവൻ അമ്മങ്കാട്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള താങ്ക്സ്. ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ട മറ്റൊരു വ്യക്തിത്വം യാസിർ സാർ, അക്കര ഫൗണ്ടേഷൻ മാനേജർ ആൻഡ് അക്കര ഫൗണ്ടേഷൻ ഭിന്നശേഷി മേഖലയിൽ എൻ്റേതായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ചലനം ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ വളർത്തി കൊണ്ടുവരുന്ന നമ്മുടെ അക്കര ഫൗണ്ടേഷൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് opportunity. Thank you so much.